എല്ലാവർക്കും നമസ്കാരം. ഗീതാഞ്ജലി യോഗ നാച്ചുറൽ ലൈഫിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം സൂര്യ നമസ്കാരം. 8 ആസനങ്ങളും 12 സ്റ്റെപ്പുകളും അടങ്ങിയ സൂര്യ നമസ്കാരമാണ് നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സൂര്യ നമസ്കാരം നിത്യപരിശീലനത്തിൻ്റെ ഒരു ഭാഗമാക്കുക. ആ ഭാഗമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഊർജ്ജസ്വലമാവും. ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന അമിതമായ കൊഴുപ്പിനെ നീക്കം ചെയ്യുന്നു. രക്തവിധാരണം സുഖമായി നടക്കുന്നു. നട്ടലിനെ ബാധിക്കുന്ന അസുഖങ്ങൾക്ക് ഗുണം ചെയ്യുന്നു. കാൽമുട്ട് വേദന, കാലുകൾക്കുണ്ടാകുന്ന വേദന എന്നിവയെല്ലാം സുഖപ്പെടുത്തുന്നു. സൂര്യ നമസ്കാരത്തിൻ്റെ സ്റ്റെപ്പുകളാണ് നമ്മൾ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സൂര്യ നമസ്കാരം സ്റ്റെപ്പ് 1, നമസ്കാരാസനം. ഇരുകാൽ പാദങ്ങളും ചേർത്ത് വയ്ക്കുക. കൈകൾ തൊഴുത് പിടിക്കുക. സാധാരണ രീതിയിൽ ശ്വസിക്കുക. സ്റ്റെപ്പ് 2, അർദ്ധചക്രാസനം. ഇരു കൈകളും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് മേൽപോട്ട് ഉയർത്തുക. ശരീരം പരമാവധി പിറകിലേക്ക് വളയണം. കാലുകൾ വളയുവാൻ പാടില്ല. ഈ നിലയിൽ അല്പനേരം സ്ഥിതി ചെയ്യുക. സ്റ്റെപ്പ് 3, പാദഹസ്താസനം. അർദ്ധചക്രാസന സ്ഥിതിയിൽ നിന്നും സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നോട്ട് കുനിയുക. കൈകൾ രണ്ടും കാൽപാദത്തിൻ്റെ ഇരുവശങ്ങളിലുമായി കുത്തിവെക്കുക. ശരീരം പരമാവധി മുന്നോട്ട് വളച്ച് നെറ്റി കാൽമുട്ടുകളിലേക്ക് കൂടുതൽ അടുപ്പിക്കുക. മുട്ടുകൾ വളയാൻ പാടില്ല. ഈ നിലയിൽ അല്പസമയം തുടരുക. സ്റ്റെപ്പ് 4, അശ്വസഞ്ചലനാസനം. കൈപ്പത്തികൾ പാദങ്ങൾക്കിരുവശത്തുമായി പതിച്ചു വയ്ക്കുക. ശേഷം വലതുകാൽ പിന്നിലേക്ക് കഴിയുന്നത്ര നീട്ടി വയ്ക്കുക. ശ്വാസം സാവധാനം അകത്തേക്ക് എടുത്തുകൊണ്ട് ശിരസ് പരമാവധി പിറകിലേക്ക് കൊണ്ടുവരിക. അല്പസമയം തുടരുക. സ്റ്റെപ്പ് 5, ദണ്ഡാസനം. അശ്വസഞ്ചലന സ്ഥിതിയിൽ നിന്നും ഇടത് കാല് പിന്നോട്ടെടുക്കുക. ശരീരഭാരം കാലുകളിലും കൈകളിലും കേന്ദ്രീകരിച്ച് സാവധാനം ദണ്ഡാസനത്തിൽ സ്ഥിതി ചെയ്യുക. സ്റ്റെപ്പ് 6, അഷ്ടാംഗ നമസ്കാരം. സാവധാനം കാൽമുട്ട്, നെഞ്ച്, നെറ്റി എന്നിവ യഥാക്രമം തറയിൽ സ്പർശിക്കുക. ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിടുക. സ്റ്റെപ്പ് 7, ഭുജംഗാസനം. അഷ്ടാംഗ നമസ്കാരത്തിൽ നിന്നും സാവധാനം കാലുകൾ, നിതംബം, അടിവയർ ഇവ തറയിലേക്ക് താഴ്ത്തുക. ശേഷം ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈമുട്ടുകൾ നിവർത്തി തല മുതൽ വയർ വരെയുള്ള ഭാഗം പരമാവധി പിറകിലേക്ക് വളയുക. ഈ നിലയിൽ അല്പസമയം സ്ഥിതി ചെയ്യുക. സ്റ്റെപ്പ് 8, പർവ്വതാസനം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തല, അരയ്ക്ക് മുകളിലുള്ള ഭാഗം എന്നിവ മുന്നോട്ട് വളച്ച് കൈകൾ നിവർത്തി തറയിൽ പതിപ്പിച്ചും കാൽപാദങ്ങൾ നിലത്തുറപ്പിച്ച് പർവ്വതം പോലെ സ്ഥിതി ചെയ്യുക. സ്റ്റെപ്പ് 9, അശ്വസഞ്ചലനാസനം. പർവ്വതാസനത്തിൽ നിന്നും അശ്വസഞ്ചലനാസനത്തിലേക്ക് വരിക. വലത് കാലിന് പകരം ഇടതുകാൽ പിറകിലേക്ക് വലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വലതുകാൽ പാദം കൈപ്പത്തിക്കിടയിലാക്കണം. ഈ നിലയിൽ അല്പനേരം തുടരുക. സ്റ്റെപ്പ് 10, പാദഹസ്താസനം. അശ്വസഞ്ചലനാസന നിലയിൽ നിന്നും
ഇടത് കാൽ പാദം കൂടി മുന്നോട്ട് കൊണ്ടുവന്ന് പാദഹസ്താസനത്തിലേക്ക് വരിക. കൈപ്പത്തികൾ പാദങ്ങളിൽ തൊട്ടിരിക്കുവാനും നെറ്റി കാൽമുട്ടിൽ തൊടുവിക്കാനും ശ്രമിക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. സ്റ്റെപ്പ് 11 അർദ്ധചക്രാസനം. പാദഹസ്താസനത്തിൽ നിന്നും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സാവധാനം മേൽപോട്ടുയർന്ന് അർദ്ധചക്രാസനത്തിൽ സ്ഥിതി ചെയ്യുക. സ്റ്റെപ്പ് 12 നമസ്കാരാസനം. അർദ്ധചക്രാസനത്തിൽ നിന്നും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നമസ്കാരാസനത്തിൽ സ്ഥിതി ചെയ്യുക. മേൽ പറഞ്ഞവയാണ് സൂര്യ നമസ്കാരത്തിൻ്റെ 12 നിലകൾ. ഈ 12 നിലകളും 2 തവണ പൂർത്തിയാകുമ്പോൾ സൂര്യ നമസ്കാരം ഒരു വട്ടം പൂർത്തിയാകുന്നു. സൂര്യ നമസ്കാരം എങ്ങനെ നമ്മൾ ചെയ്യുന്നു എന്ന്